ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്നാന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇല്ല ബൗളുണ്ടാവില്ലേ, നല്ല ഭംഗിയിലെ ചില ചില വീടുകളിലെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഭംഗിയിലെ ബൗൾ വാങ്ങിയാലും മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പൂഴി ഇറക്കുമ്പോൾ എല്ലാം കുറേ കല്ല് കിട്ടൂലേ, ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി നല്ല മിനുസൂലെ വെള്ളിയും ഡിസൈനില്ലതും നീലയും പച്ചയെല്ലാം പോലത്തെ കല്ലുകൾ, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കിട്ടുകയാണെങ്കിൽ അത് കഴുകിയെടുത്തതാണിത്. പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പോൾ ഇവിടെയെല്ലാം കുറേ വീടുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പൂഴിയെല്ലാം ഒരുപാട് ഇറക്കുമ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോൾ കാണുമ്പോൾ ഞാൻ പെറുക്കിക്കൊണ്ടിരുന്നേന്ന്. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ബൗളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം ഇങ്ങനെ, അല്ലെങ്കിൽ അത് വൃത്തിയിലിരിക്കുമല്ലോ നമ്മൾ കൂട്ടി അങ്ങനെ ഇട്ടാൽ. എന്നിട്ട് പിന്നെ മണി പ്ലാന്റിൻ്റെ നല്ല അറ്റം കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അത് നമ്മൾ ആദ്യമൊന്നും സെറ്റ് ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല, പിന്നെ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നല്ല ബൊക്കെ പോലെ കിടക്കും കേട്ടോ. വെച്ചന്ന് കുറച്ച് ഭംഗി കുറവുണ്ടാവും, പക്ഷേങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ തിങ്ങി അറിഞ്ഞ് നല്ല ഭംഗിയിൽ വളരും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡൈനിങ് ടേബിളിൽ നടുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൽ വന്നിരിക്കുമ്പോഴേ അത് കാണുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. പോസിറ്റീവ് എനർജി കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയലുണ്ട്. മനസ്സിന് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. പക്ഷേ ചിലവരത് ചെയ്ത് നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് കിട്ടും. ചില ആളുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേറെ ആളെയുമ്പോൾ അവർക്കും അതേ അനുഭവം ഉണ്ടാവുമെന്ന്, അങ്ങനെ ഒരു ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നുള്ളതിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഫ്ലാറ്റുകളിലെല്ലാം നിൽക്കുന്നവർക്ക് ഈ കുറച്ചൊരു പച്ചപ്പെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ വാതിലൊന്നും തുറന്ന് നോക്കിയിട്ട് കാണണ്ട. ഇതുപോലെ നമുക്ക് കാണുന്നിടത്തെല്ലാം ഇതുപോലെ ബോട്ടിലും അങ്ങനെയെല്ലാം മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല കണ്ണിനും കുളിർമയെന്ന് പറയാം. നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പച്ച നോക്കിയിരിക്കണം കുറച്ച് സമയം. കണ്ണിന് ഒരു അരമണിക്കൂറൊക്കെ പച്ച കളർ നോക്കിയിരിക്കണം എന്ന് പറയും. വെറുതെ തുണിയോ പെയിൻറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ഇലകളിലെ പച്ച നോക്കിയിരുന്നാൽ കണ്ണിന് ആരോഗ്യം കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഫ്രഷ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ആരും ലൈക്കൊന്നും ചെയ്യില്ല, കുറേ ആൾ കാണലുണ്ട്. മറന്നു പോയിട്ടായിരിക്കും. വെറുതെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേ, എന്നാ വരാൻ പോകുന്ന ഒരു ലൈക്കിന് എനക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ഞാനത് കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ. പിന്നെ ഞാൻ ഈ സോഫേൻ്റെ കോർണറിൽ പിന്നെ ഇതുപോലെ വെക്കും, കുപ്പിയിൽ. നമുക്ക് വിനാഗിരിയെല്ലാം ഈ ഇതിൽ കിട്ടൂലേ, കുപ്പി എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കുപ്പിയല്ല, ശരിക്കുള്ള കുപ്പിയിൽ തന്നെ അതിൽ വെള്ളം നിറച്ചിട്ട് വെക്കും. അങ്ങനെയുള്ള നല്ല നല്ല ഭംഗിയിൽ കുപ്പിയിൽ പെയിൻ്റെല്ലാം അടിച്ചിട്ട് വെച്ചാലോ. ഞാൻ പെയിൻ്റൊന്നും ഇത്ര വരെ ചെയ്തിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കളിലെ കുപ്പിയെല്ലാം വാങ്ങാനും ഉണ്ട്, നല്ല ഭംഗിയിലത്. അതിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. അത് നമുക്ക് പറ്റാവുന്നിടത്തെല്ലാം വെക്കുക. കുട്ടികളെല്ലാം ഇവർ ശ്രദ്ധിക്കണേ, അവർക്ക് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് കുട്ടികളെല്ലാം വലുതായി നമ്മൾ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെല്ലാം ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ.